നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നാട്ടിലേക്കാൾ കൂടുതൽ എബ്രോഡുള്ള ആൾക്കാർ ഫിറ്റ്നസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഇവിടെ എല്ലാം നമുക്ക് ഫിറ്റ്നസിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊരു കരിയർ ഗ്രോത്ത് തന്നെയാണ് ആസ് എ ജിം ഇൻസ്ട്രക്ടർ. യോഗയ്ക്കും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും നല്ല സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ തൊട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ശരിക്കും യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എസ്പെഷ്യലി ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മുൻതൂക്കം കിട്ടും നമുക്ക്. ഈവൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചില ഓൺലൈൻ ഫോറംസ് ഉണ്ട് ദാറ്റ് ബ്രിങ് യു ക്ലയൻസ്. അപ്പോൾ ഓൺലി തിങ് ഇസ് നമ്മളൊരു ടൈം ഡിഫറൻസിൽ വർക്ക് ചെയ്യേണ്ടി വരും. പേ വൈസ് അത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ സീനിയർ സിറ്റിസൺസിന് ഇതേപോലെ പല അസുഖങ്ങൾ കാണാം. അങ്ങനെയുള്ളൂ. ഇപ്പൊ ചെയർ യോഗ പറഞ്ഞിട്ട് ഒരു പുതിയ സ്ട്രീം ഓഫ് യോഗ തന്നെ ഉണ്ട്. അത് നമുക്ക് ചെയറിൽ ഇരുന്ന് മാത്രം ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം സീനിയർ സിറ്റിസൺസിനും കൂടെ ഇപ്പൊ നല്ല അവയർനെസ് കുറെ പേർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഗുണങ്ങള് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഫിറ്റ്നസ് റൂട്ടീനിലേക്ക് മാറണം. അപ്പം ആസ് ഫാർ ആസ് ജിം ഇസ് കൺസേർഡ് സീനിയേഴ്സിന് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആവും, എത്രത്തോളം അത് സേഫ് ആണ് എന്നുള്ളത് അറിയണമെന്നുണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ജനറേഷനിൽ ഒരു 45-50+ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു സീനിയർ സിറ്റിസൺ അതെ അത് തുടങ്ങിയാണ്. അവിടെ വേദന ഇവിടെ വേദന അതൊരു ഫാക്റ്റാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഒരു 50+ ഒരു നോർമലായിട്ടുള്ള ഒരു ആൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാം, ഫാറ്റി ലിവർ ഉണ്ടാവാം, ഷുഗർ, പ്രഷർ എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ വലിയ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് അധികമായ മുട്ടുവേദനയോ അധികമായ ബാക്ക് പെയിനോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ജിമ്മിലേക്ക് വരാം. ഇപ്പോൾ മുട്ടുവേദന അധികമായിട്ടുള്ള ഒരാളോട് അധികം സ്ട്രെയിൻ എടുക്കരുത് എന്ന് പറയും. അപ്പോൾ ആള് കൂടുതലും ഒരു ജിമ്മിൽ വന്ന് ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സ്ട്രെയിൻ ആയേക്കാം. അപ്പോൾ ഒരു നോർമൽ പീസ് ഓഫ് വോക്ക് ആയിരിക്കാം അവർക്ക് പ്രിഫർ ചെയ്യുക. അതല്ല നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, 50+ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് തീർച്ചയായിട്ടും ജിമ്മ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു ഹെവി ലിഫ്റ്റിംഗ് അല്ല, ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആള് പോകാൻ ആരും പ്രിഫർ ചെയ്യില്ല. പകരം ആൾക്ക് എന്താണോ എത്രയാണോ വെയിറ്റ് എടുക്കാൻ പറ്റുന്നത് ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ ആൾക്ക് കൊണ്ടുപോകാം. അത് മസ്റ്റായിട്ട് വേണം. ആ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ക്രമേണ അത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ കൊണ്ടുവരാം. അതല്ല നമ്മളത് നിർബന്ധിക്കുന്നില്ല, ആരെയും ഫോഴ്സ് ചെയ്ത്. ഇപ്പൊ 50+ ഉള്ള ആള് 30+ വെയിറ്റ് എടുത്തിട്ട് ചെസ്റ്റ് പ്രസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ നെഞ്ചത്ത് വീണ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്ക് എന്താണോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ആ രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഉറപ്പായിട്ടും ചെയ്യണം, വെയിറ്റ് ലിഫ്റ്റിംഗ് തീർച്ചയായിട്ടും ചെയ്യണം. നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ഹെവി ബോഡിയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാം. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർക്കൊരു ദോഷം ഉണ്ടാവുന്നില്ല. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡിസ്ക് ബൾജിങ് പോലെയുള്ള ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രിഫർ ചെയ്യില്ല. എന്നാലും അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ വെയിറ്റ് ചൂസ് ചെയ്യാം. പിന്നെ ത്രെഡ്മില്ലിൽ അധികം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം ഓരോ പ്രായം ചെല്ലും തോറും നമ്മുടെ കാലിന്റെ ഒരു സ്ട്രെങ്ത് കുറച്ച് കുറയും. അപ്പൊ ഇവര് വേറെ മെഷീൻസിലൊന്നും കയറാതെ ഒരു ഉള്ളി ത്രെഡ്മിൽ അതൊരു 1/2 an hour അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ പോകും. അത് നമ്മുടെ കാലിനും ഉപ്പൂറ്റിക്കും അതെ നമ്മുടെ ലോവർ ബോഡിക്ക് മാത്രമാണ് അവിടെ പ്രഷർ വരുന്നത്. അപ്പൊ അത് ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് അതൊരു 10 to 15 minutes കൊണ്ടുവന്നിട്ട് ബാക്കി വെയിറ്റ് ലിഫ്റ്റിങ്ങും കൂടി വെയിറ്റ് ട്രെയിനിങ്ങും കൂടി ചെയ്യുന്നത് ജിമ്മിൽ അവർക്ക് നല്ലതാണ്. അപ്പൊ ഇതാണ് നമുക്കൊരു ജിമ്മില് പറയുമ്പോൾ. അപ്പൊ ബേസിക്കലി എനിക്ക് തോന്നുന്നു അങ്ങനെ സീനിയർ സിറ്റിസൺസ് ആയാലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരായാലും ഉറപ്പായിട്ടും ഒരു ഇൻസ്ട്രക്ടറിനെ വെച്ച് തീർച്ചയായിട്ടും ഒരു സർട്ടിഫൈഡ് കോച്ചിന്റെ കീഴിൽ നമ്മളത് ചെയ്യുമ്പോൾ അവർക്ക് അതിനെ പറ്റിയ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇവർക്ക് എന്ത് ചെയ്യാം, എത്ര വെയിറ്റ് ഇവർക്ക് ലിഫ്റ്റ് ചെയ്യാം, ഇവർക്ക് എത്ര സമയം വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവും. പിന്നെ ഇവര് പ്രീ വർക്ക്ഔട്ട് എടുക്കേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് കഴിക്കുക മീൻസ് ഒരു ഹെവി മീലല്ല, ഒരു പ്രീ വർക്ക്ഔട്ട്. അതെ, ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഏത്തപ്പഴം കഴിക്കാം, നാച്ചുറൽ ആയിട്ട് ഒരു ഏത്തപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം. ഇത് കഴിച്ചു വന്ന് വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു 5-6 ആൽമണ്ട്സ് എടുക്കാം. ഇതൊക്കെ ഒരു പ്രീ വർക്ക്ഔട്ട് ആയിട്ട് നമുക്ക് നോർമലി എടുക്കാം. അതല്ല പ്രീ വർക്ക്ഔട്ട് അല്ലാതെയും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എടുത്തു വരുന്നത് കുറച്ചുകൂടെ ഒരു എനർജി, ഒരു സ്റ്റാമിന ബിൽഡ് ചെയ്യും. നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് നമ്മുടെ വർക്ക്ഔട്ടിനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് അഡൾട്ട്സിനും
50+ ആയിട്ടുള്ളവർക്കും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ജിമ്മിലെ ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ്. യോഗയിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, ഒരു എത്ര ഏജിലുള്ളവർക്ക് യോഗ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഒരു യോഗ എത്ര ഏജിലുള്ള, അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഒരു എപ്പിസോഡ്, ഐ മീൻ ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിന് പരിചയമുള്ള ആള് ഇൻഫാക്ട് പാർഷ്യൽ സ്ട്രോക്ക് വന്നിട്ട് പാർഷ്യൽ ഇത് വന്നിരുന്നു, പാരലിസിസ് വന്നിരുന്നു. അപ്പം യോഗയിൽ ആക്ച്വലി നമുക്ക് മുദ്രാസ് ഉണ്ട് ഓരോന്നിനുമായിട്ട്. ഇപ്പം സഡൻലി ഇപ്പം ഹാർട്ട് ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കിപ്പം ഹെൽപ്പ് കിട്ടില്ലല്ലോ, ഒരു സമയം എടുക്കും. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മുദ്രാസ് ഉണ്ട് ദാറ്റ് ക്യാൻ പ്രൂവ് ടു ബി ലൈഫ് സൈക്കിൾ, ദാറ്റ് ക്യാൻ ലൈഫ് സേവിങ്. സോ അതേപോലെ തന്നെ ഇത് അത് മാത്രം ചെയ്തിരിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. ഉറപ്പായിട്ടും മെഡിക്കേഷൻ വേണം, ബട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വേണം. ബട്ട് ഈ പറയുന്ന പോലെ ഇറ്റ് മേ ഹെൽപ്പ്. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഡൂയിങ് ഇറ്റ് എന്നുള്ളത് ട്രൈ ചെയ്യുന്നതിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് ആക്ച്വലി. അപ്പം ഈ പുള്ളിക്കാരിക്ക് അറിയുന്ന ഒരു ആളങ്ങനെ സ്ട്രോക്ക് വന്ന് പാർഷ്യൽ പാരലിസിസ്. അപ്പം ഒരു കൈയെ പറ്റുള്ളൂ, ആ ഒരു കൈ വെച്ചിട്ട് അതിന് വേണ്ട മുദ്ര മാത്രം പ്രാക്ടീസ് ചെയ്ത്, ഓൺലി മുദ്ര പ്രാക്ടീസ് ചെയ്ത് ഇരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ പവർ ഓഫ് യോഗ. അവിടെ ഒരു മെന്റലി പവർ കയറ്റി എടുക്കുന്നുണ്ടാവാം. അതെ. അപ്പം ആരായാലും there is something in yoga for them. ജിമ്മിന്റെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പാടില്ലായിരിക്കും. പക്ഷെ എല്ലാ ഏജ് ഗ്രൂപ്പിനും യോഗയിൽ എന്തെങ്കിലും ഒക്കെ എന്തായാലും ഉണ്ട്, അതായത് പ്രാക്ടീസ് ചെയ്യാൻ. അതേപോലെ ഇപ്പൊ സീനിയർ സിറ്റിസൺസിന് ഇപ്പം ഇതേപോലെ പല അസുഖങ്ങൾ കാണാം, അങ്ങനെയുള്ളൂ. ഇപ്പൊ ചെയർ യോഗ പറഞ്ഞിട്ട് ഒരു പുതിയ സ്ട്രീം ഓഫ് യോഗ തന്നെ ഉണ്ട്. അത് നമുക്ക് ചെയറിൽ ഇരുന്ന് മാത്രം ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതൽ ലോഡ് കാലിലേക്ക് വരില്ല, കൂടുതൽ ലോഡ് ബാക്കിലേക്ക് വരില്ല. ജെന്റിൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു ബേസിക് ഒരു എക്സസൈസ് കിട്ടും. സോ മെല്ലെ മെല്ലെ നമ്മൾ ആ ചെയർ യോഗയിലും ചെയ്യുന്ന എന്താ, ചെയറിന്ന് വിടിയിച്ച് നമ്മൾ മെല്ലെ മെല്ലെ കൊണ്ടുവരും. അതിന് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം നമ്മൾ, ഒരു പേഷ്യൻസ് ഉണ്ടാവണം, കമ്മിറ്റ്മെന്റ് ടൈം എടുക്കും. അതെ. അപ്പം അങ്ങനെ വേണം സീനിയേഴ്സിനെ ഗൈഡ് ചെയ്യാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടർ വേണം എന്നുള്ളത് അതൊരു മെയിൻ പോയിന്റ്. ലൈക്ക് ഇപ്പം ലൈവ് ക്ലാസ്സസ് ഇസ് എ ഗുഡ് തിങ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും. പക്ഷെ ഇപ്പൊ തൊട്ട് മാസായിട്ട്, എനിക്ക് പറയണമെന്നില്ല പേര്, പക്ഷെ മാസായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം കൊടുത്തിട്ട് ഒരു എന്താ പറയാ, ഒരു തരംഗമായി നാഷണൽ വേവ് ആയിട്ട് വരെ ആൾക്കാര് ജസ്റ്റ് ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ ആൾക്കാർക്ക് സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കും. ആ സമയത്ത് അപ്പൊ അവർക്ക് വേറെ ഗൈഡൻസ് കിട്ടുന്നില്ല, ഒരു ഗൈഡൻസും കിട്ടുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോസ്റ്റേഴ്സ് ചെയ്ത് തെറ്റിയ പ്രശ്നമാവും. തെറ്റിയാലും പ്രശ്നമാവും. പിന്നെ ഇപ്പൊ നമുക്കൊരു കറക്ഷൻ കിട്ടില്ല, നമ്മൾ തെറ്റാ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും പറയാനില്ല, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാനാളില്ല. സോ അങ്ങനത്തെ ഈ ബ്രീത്തിങ്ങും അതെ, ഓരോ പോസ്റ്റിലും ഓരോ സ്റ്റൈലിൽ ബ്രീത്ത് ചെയ്യണം. അപ്പം ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ ഒരു മനുഷ്യനില്ലാത്ത സമയത്ത് അതിലൊന്നും പോയി സീനിയർ സിറ്റിസൺസ് എസ്പെഷ്യലി ചാടാതിരിക്കണം. എപ്പോഴും ഓൺലൈൻ ആണെങ്കിൽ ഒരു ലൈവ് ക്ലാസ് പ്രിഫർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി ഒരു സർട്ടിഫൈഡ് യോഗ ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് മാത്രം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഒരു വലിയ വാർണിംഗ് ആണ്. ഓക്കെ, അത് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് റെക്കോർഡഡ് സെഷൻസ് വാങ്ങി വെക്കും, അത് വെച്ച് ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാമെന്ന് പറയും. ഇപ്പോ നമ്മൾ ഓൺലൈനായിട്ട് ഞാനും സെഷൻസ് എടുക്കുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് പറയും, ഞാൻ റെക്കോർഡഡ് സെഷൻ കൊടുക്കില്ല. കാരണം നമ്മള് റെക്കോർഡഡ് കൊടുത്തിട്ട് ഇവര് ചെയ്യുന്ന വർക്ക്ഔട്ട്സിൽ പോസ്റ്റേഴ്സ് എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഹെൽത്തിനെ തിരിച്ചായിരിക്കും ബാധിക്കുക. അപ്പൊ റെക്കോർഡഡ് സെഷൻസിനെ ഞാനും അധികം പ്രിഫർ ചെയ്യാറില്ല. അതെ. ജിമ്മിൽ വരുന്നവർക്ക് ഒരു ഇന്ന ആൾക്കാർ വരരുത്, ഇന്ന ആൾക്കാർ വരാം, ഇന്ന ആൾക്കാർക്ക് പ്രിഫറൻസ്, റിലീജിയസ് ബേസ്ഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നോർമലി ഇല്ല, ജിമ്മിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും വരാം. നമ്മൾ ഹെൽത്ത് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഫിറ്റ്നസ് ആണ് മെയിൻ. അപ്പോ യോഗയില് അങ്ങനെ ഒരു റിലീജിയസ് കോൺസെപ്റ്റ് ഉണ്ടോ? ഇന്ന ആൾക്കാർ മാത്രമേ ചെയ്യാവൂ, ഇന്ന സമയത്തെ ചെയ്യാവൂ, പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ. ഇപ്പൊ ജിമ്മിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് ഓക്കെ, ഇപ്പോൾ പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്യാം, വെയിറ്റ് എടുക്കാം, പ്രശ്നമില്ല, നമുക്ക് പറ്റുന്ന പോലെ. യോഗയിൽ എന്താണ് ഈ പറയുന്ന പോലെ റിലീജിയസ് ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? പീരീഡ്സ് ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, എനിക്കിതിൽ ട്രാൻസ്പെറൻറ്റ് ആവണമെന്നുണ്ട്. ഫസ്റ്റ്ലി ഞാൻ
പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിത്തോളജിക്കൽ സ്റ്റോറി ഉണ്ട്. ഇത് ഒറിജിനേറ്റഡ് എങ്ങനെയാന്നുള്ളതിന്റെ പുറകില് ഒരു മിത്തോളജിക്കൽ സ്റ്റോറി ഉണ്ട്. അതിപ്പോ ഒരു ഏൻഷ്യൻ സംഗതി ആയ എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഒരു ആൾക്കാരെ പ്രേരിപ്പിക്കാനാണെന്ന് തോന്നുന്നു പണ്ടൊക്കെ അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവാം. മോസ്റ്റ്ലി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഒരു സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു സാധനം അതാണ് ആൾക്കാർ പക്ഷെ അൾട്ടിമേറ്റ്ലി മൈൻഡിനെയും ബോഡിനെയും സ്പിരിറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ടാവും നമ്മൾ. മൊത്തത്തിലൊരു ആശ്വാസം അത് കൊണ്ടുവരുന്ന അതിലത്തെ ആ ഒരു ഫിലോസഫി തന്നെയാണെന്നുള്ളത്. അപ്പം അത് യൂണിവേഴ്സൽ ആണ്. അത് ഇന്ന സെക്ട് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം എന്നുള്ളതല്ല. ഇനിയിപ്പോ നമ്മള് ഇപ്പോ ഇന്ന സെക്ട് ഓഫ് ആൾക്കാർ, അതായത് ഞാൻ പറയാലോ ഇപ്പൊ മെയിൻലി ഹിന്ദുയിസം എന്ന ആൾക്കാരുടെ മെയിൻ ധാരണ അങ്ങനെയാണ് മിത്താണ് അത്. അപ്പൊ ബേസിക്കലി ഇപ്പൊ പോപ്പുലർ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, നമ്മള് ഫോം ആയിട്ട് ഉള്ള 30 ദൈവങ്ങൾ എല്ലാവരും വന്നിക്കുക അങ്ങനെയുള്ളതാണ് നമ്മളുടെ ഒരു പോപ്പുലർ. അതൊന്നും ഇതിലില്ല. അങ്ങനെ ഒരു പ്രയറോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രെയർ ഉണ്ട്, പക്ഷെ അത് യൂണിവേഴ്സൽ പ്രേയേഴ്സ്. മോസ്റ്റ് യോഗ ക്ലാസ്സസില് ഒരു പെർട്ടിക്കുലർ ദൈവത്തിനെ ഒന്നും നമ്മൾ വന്ദിക്കുന്നില്ല. നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ എവ്രിബഡി ബി ഹാപ്പി, മേ എവ്രി വൺ ബി വെൽ, ഓം ശാന്തി. അതെ, ഓം ശാന്തി ശാന്തി എന്ന് പറയുമ്പോ നമ്മൾ ഇന്ന ആൾക്ക് മാത്രം ശാന്തി കൊടുക്കണേ എന്നുള്ളതല്ല പറയണേ, നമ്മൾ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതൊരു യൂണിവേഴ്സൽ ആണ്. അപ്പൊ നമ്മള് കൂടുതലും ഓപ്പൺ ആയി ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് യോഗയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്രെയർ നമ്മൾ പെട്ടെന്ന് സംസ്കൃതം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഇതെന്താ പറയുന്നതെന്ന് തോന്നും. അപ്പൊ ആസ് എ യോഗ ടീച്ചർ ഒരു കടമയാണ് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാന്നുള്ള. എനിക്ക് തോന്നുന്നു അർത്ഥം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് മേ ദർ ബി ഗുഡ് എനർജി ഇൻ ക്ലാസ് അങ്ങനെയൊക്കെയാണ് പറയണേ. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഈശ്വരൻ എന്നുള്ള കോൺസെപ്റ്റ് ആയാലും ഈശ്വര എന്നുള്ളത് ഉണ്ട്. യോഗ ഫിലോസഫിയിലേക്ക് പോവാന്ന് വെച്ചാൽ പറയുന്നുണ്ട്. ബട്ട് യോഗയിൽ പറയുന്നത് അതൊരു ബ്യൂട്ടിഫുൾ എനർജി ആണെന്നുള്ളതാണ്. അതായത് നമുക്ക് ബ്ലിസ് തരുന്ന ഒരു യൂണിവേഴ്സൽ പവർ ആണ്. അതെ, കംപ്ലീറ്റ് ജോയ് തരുന്ന ഒരു ഫീലിംഗ്. എന്നിട്ട് ആ ഫീലിംഗിൽ നമ്മൾ ഒന്ന് തൊടുന്നു. ഒരു യോഗ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതൊരു ചെറുതായി എക്സ്പീരിയൻസ് ചെയ്യുന്നു നമ്മള്. അങ്ങനെയാ പറയുന്നത്. അല്ലാതെ അതിലൊരു ഭയങ്കര റിലീജിയസ് ഒരു ആചാരം ഒന്നുമല്ല, കഷ്ടമായിട്ടൊന്നുമില്ല. ഇല്ല. ആൻഡ് മോസ്റ്റ് യോഗ ക്ലാസ്സസിൽ എനിക്ക് തോന്നുന്നു ഒരു ഫിറ്റ്നസ് സംഗതിയായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതും എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ പീരിയഡ്സിന്റെ കാര്യം, പീരിയഡ്സിന്റെ യോഗയിൽ പറയുന്ന ബേസിക്കലി ഫസ്റ്റ് 2 days നിങ്ങൾ അശുദ്ധമായോണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷെ റെസ്റ്റ് വേണ്ടി വരും. മോസ്റ്റ് വിമന് ഫസ്റ്റ് 2-3 days എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഭയങ്കര ഹെവി ഫ്ലോ ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ഫോർ യുവർ ഓൺ അത് നിങ്ങളുടെ റെസ്റ്റിനെയും ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 2 ഓർ നിങ്ങളുടെ ഹെവി ഫ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3rd day ഓൾസോ യു റെസ്റ്റ്. ബട്ട് അതിനുശേഷം പീരിയഡ്സിന്റെ ബാക്കി ദിവസങ്ങളിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി വെൽക്കം ആ ചെയ്യണേ. കാരണം നമ്മൾ ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഒക്കെ ചെയ്യുമ്പോൾ ക്രാമ്പിംഗ് ഒക്കെ പോവും. ആക്ച്വലി കൂടുതൽ നമ്മൾ റിലാക്സ്, നമ്മളുടെ മൂഡ് സ്വിങ്സിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, സ്വെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് ആ ഒരു മൂഡ് സ്വിങ്സ് കൺട്രോൾ ഒക്കെ വരും. അങ്ങനെയാണ് നോർമലി ജിമ്മിലും വർക്ക്ഔട്ട് ചെയ്യാൻ ആൾക്കാര് എൻകറേജ് ചെയ്യാം. അതെ. പക്ഷെ യെസ്, ഈ ഫസ്റ്റ് 2 days റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് യോഗയിൽ പറയാം. റെസ്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നാലും വരാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അന്നേരം ഐ ഡോണ്ട് സ്റ്റോപ്പ്. ഞാൻ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് മോഡിഫിക്കേഷൻ കൊടുക്കും. നിങ്ങൾ ഇത് ചെയ്യണം, അതിന് പകരം അത് ചെയ്യാം എന്ന് പറയും. ഒരു ബിഗിനർ ലെവലിൽ ചെയ്യാം. അപ്പൊ ഈ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കേഷന് ബേസിക്കലി നമുക്ക് എന്താ ഗുണം? അതായത് നമ്മളുടെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്? കരിയർ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ആണ് നമ്മളൊരു സർട്ടിഫൈഡ് ട്രെയിനർ ആവുന്നത്. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയ ഒരു കാര്യമല്ല. അപ്പൊ ആദ്യം നമ്മളൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ് ഈ ഒരു കരിയറിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ ആ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ജിമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ സെഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ആയി കിട്ടുന്നത്. നമ്മുടെ കരിയർ അത്രയും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ആൾക്കാരിലേക്ക് എത്തുന്നു. നമ്മുടെ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പല ഫീൽഡിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് അവര് സിനിമയ്ക്ക് വേണ്ടിയും അവരുടെ
സെൽഫ് ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി തീർച്ചയായിട്ടും പേഴ്സണൽ ട്രെയിനേഴ്സിനെ ചൂസ് ചെയ്യും. അപ്പൊ അത് നമുക്കിപ്പോൾ ഒരു ആസ് എ ജിം ട്രെയിനർ അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കരിയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നമ്മളൊരു ഭാഗമാവുകയാണ്. അപ്പോൾ അവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ പുറത്തോട്ട് എബ്രോഡ് ഒരുപാട് ചാൻസ് ഉണ്ട്. ഫിറ്റ്നസ് നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നാട്ടിലേക്കാൾ കൂടുതൽ എബ്രോഡുള്ള ആൾക്കാർ ഫിറ്റ്നസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് ഫിറ്റ്നസിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊരു കരിയർ ഗ്രോത്ത് തന്നെയാണ് ആസ് എ ജിം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഒരു ജിം സൈഡ് എന്ന് പറയാൻ. യോഗയുടെ സൈഡിലേക്ക് വരുമ്പോ എങ്ങനെയാണ് കരിയർ ഗ്രോത്ത്? എങ്ങനെയാണ് യോഗയുടെ സൈഡിലേക്കും ഞാൻ ബേസിക് എന്ന് തുടങ്ങാം. ബേസിക്കലി നമുക്കിപ്പം എന്താ പറയാ, ഓൺലൈൻ ക്ലാസ്സസ് നടത്താം. ക്ലയന്റ് ഇപ്പം ലൈവ് ക്ലാസ്സസ് നടത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സസ് നടത്താം. വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യോഗ സ്റ്റുഡിയോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ കൊലാബും ചെയ്യാം. ലൈക്ക് യു കെൻ കൊലാബ് വിത്ത് ജിം ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഈ ഡാൻസ് സ്കൂൾസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ അവരുടെ കൂടെ കൊളാബ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് ഷെയർ ചെയ്ത് യോഗേനെ ഇതാക്കാം. പിന്നെ നമുക്ക് റിട്രീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് റിട്രീറ്റ് സർട്ടിഫിക്കേഷനും കൂടെ നമ്മൾ നേടാണെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഒരു നല്ല ലൊക്കേഷനോ അല്ലെങ്കിൽ റിസോർട്ടുകൾ നമ്മൾ ടൈ അപ്പ് ആക്കിയിട്ട് നമുക്ക് റിട്രീറ്റ്സ് ഓർഗനൈസ് ചെയ്യാം. അതാവുമ്പോൾ എന്താ വെച്ചാൽ ഈ ബന്ധം, ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഹീലിംഗ് കിട്ടും. കാരണം നമ്മളൊരു 4-5 ഡേയ്സിന് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഒരുമിച്ച് അവരെ ഒരു ഹീലിംഗ് ജേർണിയിൽ കൊണ്ടുപോവാണ്. ഒരു ആയുർവേദിക് റിസോർട്ട് ഒക്കെ അവരുടെ കൂടെ നമുക്ക് ടൈ അപ്പ് ചെയ്യാം. പുറത്തുനിന്നുള്ള ആൾക്കാർ, അതെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കും. പുറത്തുനിന്നുള്ള പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ യോഗയ്ക്കും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പൊ തൊട്ട്. സോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ശരിക്കും യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മുൻതൂക്കം കിട്ടും നമുക്ക്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈവൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചില ഓൺലൈൻ ഫോറംസ് ഉണ്ട് ദാറ്റ് ബ്രിങ് യു ക്ലയൻസ്. പുറത്തുനിന്നുള്ള ക്ലയൻസിനെ നമുക്ക് കൊണ്ടുതരും. അപ്പൊ ഓൺലി തിങ് ഇസ് നമ്മളൊരു ടൈം ഡിഫറൻസിൽ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും പേ വൈസ് അത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പൊ സെലിബ്രിറ്റീന്റെ പറഞ്ഞല്ലോ, അത് യോഗയ്ക്കും ബാധകമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്രിക്കറ്റേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ദേ ഹയർ യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഫോർ റിക്കവറി ആൻഡ് എന്താ പറയാ ഒരു റീസ്റ്റോറേഷന് വേണ്ടിയിട്ട്. അവർക്ക് അത് ആവശ്യമാണ്. സ്പോർട്സ്മെന്റിന് ഒരുപാട് ആവശ്യമാണ് അത് ആക്ച്വലി. അപ്പൊ ഒരു കളിയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒരു റിക്കവറി, അതെ പ്രഷറിന് വേണ്ടി അവരുടെയൊക്കെ പ്രഷർ ഒരുപാടാണ്. സോ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മുടെ സൈഡിൽ അത് ഫിറ്റ്നസ് ആണ്. അവരെ അതിന് മുമ്പ് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിന് ശേഷം അതിന് ശേഷമാണ്. ഓക്കെ, മുന്നേ ആയാലും ലൈക്ക് യോഗയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് വെച്ചിട്ട് അവർക്ക് ഈ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെ കരിയർ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ യോഗയിലും ഒരുപാടുണ്ട്. ഡിപ്പെൻസ് ഓൺ യു, നമ്മൾ എങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്നു, നമ്മുടെ മിടുക്കും കൂടെ. ഇപ്പൊ നമുക്ക് അപ്സ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സിന് അങ്ങനെ വേറെ അപ്സ്കില്ലിംഗ് കോഴ്സസ് ഏതെങ്കിലും ഉണ്ടാവുമോ? സോ നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അത് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ അത് ഏതൊരു ഫീൽഡിലാണേലും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ ഒരു കോഴ്സിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവരുത്. ഇപ്പൊ ഏതൊരു കോഴ്സ് ആണേലും ഏതൊരു ഫീൽഡ് ആണേലും നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതൊരു ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞു, അതിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോളജൊക്കെ ആയി, നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നമ്മുടെ കരിയർ ഗ്രോത്തിന് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സുകൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ പേ സ്കെയിലും മാറും. നമുക്കപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു പേ സ്കെയിൽ ആവില്ല പുറത്തൊരു രാജ്യത്ത് നിന്ന്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ആൾക്കാർ പേഴ്സണൽ ട്രെയിനേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നാട്ടിൽ കുറെ കൂടി കോമൺ ആയിട്ടാണ്. പക്ഷെ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കുന്നതാണ്. ആൾക്കാർ പേഴ്സണൽ ട്രെയിനേഴ്സിനെ ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ പേ സ്കെയിൽ കൂടും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ പിന്നെ അത്രയും നോളജ് നമ്മൾ ഗ്രാസ്പ് ചെയ്യുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതാണ് നമ്മുടെ ഒരു ഗ്രോത്ത് വേസ് പറയുമ്പോൾ നമുക്കതാണ് പറയാൻ പറ്റുക. യോഗയിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ആക്ച്വലി കണ്ടിന്യൂസ് കോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയിലും പറയും.
നമ്മളുടെ ആ ഒരു ക്രെഡിബിലിറ്റിയും ഗ്രോത്തിനും വേണ്ടിയിട്ട് അത് നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ലൈക്ക് അഡ്വാൻസ് പ്രാണായാമ, ചെയർ യോഗ, അങ്ങനെ പറഞ്ഞിട്ട് പലതും നമുക്ക് ബ്രാഞ്ച് കിഡ്സ് യോഗ അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്താൽ നമ്മളുടെയും ഒരു സ്കോപ്പ് വർദ്ധിക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി BSc MSc പറഞ്ഞിട്ട് PhD എന്ന് പറഞ്ഞിട്ടും യോഗ ചെയ്യാം. ഡിഗ്രി ലെവലും ചെയ്യാം. ഡിഗ്രി ലെവലിലും വേണമെങ്കിൽ യോഗ ചെയ്യാം. സോ ഇപ്പൊ സ്പെഷ്യലൈസേഷൻ ആക്കാം. നമുക്കുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ട്രെയിനിങ്ങിന് സെപ്പറേറ്റ് ഡിഗ്രി ലെവൽ തൊട്ട് തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതുപോലെ ഇപ്പോൾ ഫിസിക്കൽ ട്രെയിനർ ആയതിനു ശേഷം നമുക്ക് അതിനെ പല സ്ട്രീംസിലേക്ക് കൊണ്ടുപോകാം. ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പല പല സ്ട്രീമുകളിലേക്ക് കൊണ്ടുപോകാം. അതേപോലെ തന്നെ യോഗയിലും പല സ്ട്രീംസ് ഉണ്ട്. അതെ, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസി യോഗ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ വേണമെങ്കിൽ യോഗ തെറപ്പി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ അസുഖം പ്രഗ്നൻസി സമയത്തും യോഗ ചെയ്യാം. അതൊരു വലിയ ടോപ്പിക് തന്നെയാണ്. അത് വേറെ കോഴ്സ് അല്ലേ? പ്രഗ്നൻസി ശരിക്കും ഓരോ ട്രൈമസ്റ്ററിനും ഓരോ ഡിഫറെന്റ് ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മളുടെ റൂട്ടീൻ മാറണം. സോ അതും ഈ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് പ്രഗ്നൻസി യോഗ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഗ്രൂപ്പ് ക്ലാസ്സസിന് പോയാൽ നമുക്ക് അറ്റൻഷനും അതെ നമുക്ക് അതെ. അപ്പം അതിനായിട്ടുള്ള എക്സ്പെർട്ടിന്റെ അടുത്ത് പോവാം. നമുക്കായാലും അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഇപ്പൊ യോഗ തെറപ്പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അസുഖങ്ങൾ മാറ്റാൻ സഹായിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന കോഴ്സാണ്. സോ അങ്ങനെ അതൊരു വലിയ ടോപ്പിക് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനാണ്. അതെ. ഇപ്പൊ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ആണല്ലോ, അപ്പൊ ആയതിൽ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ വാട്ട് ഡു യു മോസ്റ്റ് എൻജോയ് അബൌട്ട് ബീയിങ് എ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ എന്നുള്ളത്? അതായത് ഒരു കാര്യത്തിൽ നിർത്തണമെന്നില്ല, ലൈക്ക് എന്നാലും എന്താണ് എൻജോയ് ചെയ്യുന്നത് ഈ ലൈഫിൽ? എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യം. നമുക്ക് പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഫിറ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ വരില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കും, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവില്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം ഉണ്ട്. ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും മൂഡ് സ്വിങ്സും എല്ലാം നമ്മൾ ഫേസ് ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു ബ്ലെസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അതെ, നമുക്ക് ഇതിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്ട്രെങ്ത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മളുടെ ഇതിന്റെ എല്ലാം അതെ ഇതിന്റെ എല്ലാം അപ്പുറത്തെ റിസൾട്ട് നമ്മൾ ഓൾറെഡി ഫീൽ ചെയ്ത ആൾക്കാരാണ്. സോ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിന്റെ റിസൾട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു റിസൾട്ടിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ നമുക്ക് സാധിക്കും. ആ ഒരു ഹാപ്പിനെസ് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം അതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ക്ലയൻസ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ക്ലയൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലല്ലാതെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ക്ലയൻസ് ഉണ്ട്. അപ്പം നമ്മൾ അറ്റ് എ ടൈം ഇവരുടെ എല്ലാം ഹെൽത്തിനെ നമുക്ക് അതെ നമ്മൾ ഇവരെ എല്ലാം ഫേവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവരുടെ എല്ലാം ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നതും ഒരു വലിയ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യോഗ ട്രെയിനർ എന്നുള്ള നിലയിൽ എന്താണ് ഏറ്റവും സമാധാനവും സന്തോഷവും തരുന്നത് എന്താണ്? അത് ആക്ച്വലി കുറെ ഉണ്ട്. ദിവസവും ഞാൻ ഉറങ്ങാൻ പോകുമ്പോ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ലിസ്റ്റ് ഒരു ഗ്രേറ്റ്ഫുൾ നോട്ട് ലിസ്റ്റ് ഉണ്ട്. അപ്പം തീർച്ചയായും നമ്മൾ ഈ ലോകത്താണല്ലോ ജീവിക്കുന്നത്. അത് കാരണം വാട്ട് എവർ ഇറ്റ് ഈസ്, ഫസ്റ്റ് ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ്. അതായത് നമ്മളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അതെനിക്കുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു വലിയ കാര്യമാണ്. ആസ് എ വുമൺ എസ്പെഷ്യലി നമ്മള് ജനറേഷൻസിന്റെ പെയിൻ കണ്ടിട്ടുള്ളത്. അതൊരു ജെൻഡർ വൈസ് നമ്മളത് പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും സ്ത്രീകൾ ഈ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നമ്മൾ ജനറേഷൻസ് ആയിട്ട് നമ്മളുടെ എല്ലാവരെയും നമ്മൾ കണ്ട് വിഷമിച്ച മനസ്സാണ് നമുക്ക് എല്ലാവർക്കും. തീർച്ചയായിട്ടും അല്ലെ, ഫിനാൻഷ്യൽ ഫ്രീഡം ഡെഡിക്കേറ്റഡ് ടു ഓൾ വിമൻ ബിഫോർ അസ്. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഫൈനലി ഗെയിൻ ചെയ്തെടുക്കാന്നുള്ളതൊരു ആശ്വാസമാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഏറ്റവും മെയിൻ എന്തായാലും അതാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സ്പെസിഫിക്കലി യോഗയുടെ നോക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ജോലികൾ ആൾക്കാരുടെ ഹെൽത്ത് കളയുമ്പോൾ ഈ യോഗ എനിക്കും ഹെൽത്ത് തരുന്നുണ്ട്, എനിക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഐ മീൻ അവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത്
അതായത് നമ്മൾ എന്തോ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടാ വരുന്നത്. ആൾക്കാരുടെ മുഖത്ത് ഇപ്പം ഈവനിങ് ക്ലാസ്സിലൊക്കെ എനിക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കാണാം, മുഖമൊക്കെ അങ്ങനെ ക്ഷീണിച്ച് വരുന്ന ആൾക്കാരെ കാണാം. പക്ഷെ വൺസ് അവരുടെ ശവാസനം മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു റിലാക്സേഷൻ, അവർ ഫൈനലി ഈ ഓണൊക്കെ ചെയ്യാം, കൂട്ടായൊക്കെ ഇടുന്ന കാണുമ്പോൾ നമുക്കൊരു ശരിക്കും ആശ്വാസം. ഇപ്പൊ കുട്ടികളായാലും തുടങ്ങുമ്പോ ചറ വറാന്നായിരിക്കും എനർജി, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിരുത്താൻ ഭയങ്കര പാട്. പക്ഷെ യോഗയിൽ അവരും ശവാസൻ മെഡിറ്റേഷൻ അവരുടെ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ശാന്തമായിരിക്കും. ആക്ച്വലി ഇൻഫാക്ട് ടീച്ചേഴ്സ് ഒന്നും കാറി വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സത്യം പറയാന്ന് വെച്ചാൽ അതിന്റെ അത്ര ആവശ്യമില്ല. നോർമൽ ക്ലാസ് റൂമിലും യോഗിക് ടെക്നിക്സ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നാച്ചുറലി പിള്ളേരായിട്ട് തന്നെ കാം ഡൗൺ ആവും. അതിന്റെ കുറച്ച് ടെക്നിക്സ് എല്ലാ ടീച്ചേഴ്സും പഠിച്ചാൽ തന്നെ ധാരാളമാണ്. അപ്പൊ ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം, പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അതിലൂടെ, അതാണ് മെയിൻ ആയിട്ട് ഭയങ്കരമായി ഗ്രേറ്റ്ഫുൾ. അപ്പോ നല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരുന്നു അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ യോഗ വേഴ്സ് ജിം രണ്ടിനും ഒരേപോലെ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൺവേ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ റിലേറ്റഡ് ഡൗട്ട്സോ കാര്യങ്ങളോ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക, കമന്റ് ചെയ്യാം. അതെ, കമന്റ് ചെയ്യുക. അപ്പൊ അത്രയല്ലേ ഉള്ളൂ മിസ്സേ? അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.